ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും കൂട്ടുകാരെ. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ ഓണത്തിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ട്ടോ കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ കറികളാണ് ട്ടോ അത്. പച്ചടി, പിന്നെ ഇഞ്ചിക്കറി, കാബേജ് തോരൻ, അവിയല്, കൂട്ടുകറി, പിന്നെ സാമ്പാറ്, പിന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് കാളൻ, അങ്ങനെ കുറേ കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ചാറ്, പിന്നെ പപ്പടം, പഴം, അങ്ങനെ എല്ലാം കൂടി കൂട്ടി സദ്യ കഴിക്കട്ടെ. അപ്പൊ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്. പുതിയ അളിയനും മക്കളും, പിന്നെ എൻ്റെ മോന്, പിന്നെ നാത്തൂന് വരുമ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ രണ്ട് ഇക്കാമാരും ഭാര്യമാരും വന്നിട്ടില്ല, അവർക്ക് തിരക്കാരന് വന്നിട്ടില്ല. അപ്പൊ എല്ലാരും കൂടി സദ്യ കഴിക്കാൻ പോണേണ് കേട്ടാ. അപ്പൊ എല്ലാരും കൂടുമ്പോ ഒരു സന്തോഷമാണ് അല്ലേ. കുറച്ച് കളികളും എല്ലാം വർത്താനം പറഞ്ഞിരിക്കലും ഒക്കെ നല്ലൊരു സന്തോഷമാണ്. അപ്പൊ ഓണാകുമ്പോ എല്ലാരും കൂടാന്ന് വിചാരിച്ചു, അങ്ങനെ കൂടിയതാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ നല്ല കളികളൊക്കെ ഉണ്ട് കേട്ടാ, കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാരും കാണണേ. അപ്പൊ പായസം രണ്ടു തരം ഉണ്ട് കേട്ടാ, പരിപ്പ് പായസം ഉണ്ട്, പാലട പായസം ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കിയത് പെങ്ങന്മാരും, പിന്നെ മൂത്ത പെങ്ങളും മരുമോളും ഒക്കെയാണ് ട്ടാ. എന്റെ കൈ വയ്യാത്തോണ്ട് ഞാനൊന്നും ചെയ്തില്ല, ഞാൻ വെറുതെ വീഡിയോ എടുത്തുന്നുള്ളൂ. വീഡിയോ എടുക്കാൻ നിന്നുള്ളൂ കേട്ടാ. പിന്നെ അപ്പൊ അതൊക്കെ കഴിച്ചായിട്ട് പിള്ളേർ സെറ്റും അളിയന്മാരും ഉമ്മയും വാപ്പയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നാത്തുമാരൊക്കെ ഇരുന്ന് കഴിച്ചു. അപ്പൊ അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. കൊള്ള എല്ലാ കറികളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മള് തിരുവാതിര ഉണ്ട് കേട്ടോ. പഠിച്ചിട്ടൊന്നല്ല കളിച്ചത്, വെറുതെ ജസ്റ്റ് ഒന്ന് അപ്പൊ തന്നെ ഒരു സ്റ്റെപ്പ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കളിച്ചതാണ്. അപ്പൊ അതെല്ലാരും വർത്താനമൊക്കെ പറഞ്ഞിരിക്കണേണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാലോ എന്ന് വിചാരിച്ചു. അപ്പൊ തിരുവാതിര കളിക്കാനായിട്ട് സ്റ്റെപ്പ് ഇട്ട് നോക്കണേ കേട്ടാ. വെറുതെ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഇടണേണ്. അപ്പൊ പെങ്ങന്മാരുടെ സ്റ്റെപ്പ് ഇട്ട, തിരുവാതിരന്റെ സ്റ്റെപ്പ് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഡാൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ സ്റ്റെപ്പ് ഇടും, തിരുവാതിര എനിക്ക് അങ്ങനെ സ്റ്റെപ്പ് ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ എന്റെ നാത്തന്മാർക്ക് അറിയാം, അപ്പൊ അവര് കാണിച്ചു തന്നെയാണ് ഓരോ സ്റ്റെപ്പുകളും. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പുറത്തുനിന്ന് കളിക്കുന്നത്. അപ്പൊ ആദ്യം പിള്ളേര് ചെറുതായി ഡാൻസ് കളിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മള് തിരുവാതിര. അപ്പൊ കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ട് തിരുവാതിരന്റെ പാട്ട് ഞാൻ തന്നെയാണ് ട്ടോ പാടിയത്. അത്രയും പാടാനൊന്നും അറിഞ്ഞൂടാ. മാവേലിക്കും പൂക്കളം, മാദേവനും പൂക്കളം, മലയാളക്കരയാകെ വന്ന പൂക്കളം, മഹാ മണ്ണിലും വിണ്ണിലും മണിപ്പൂക്കളം. പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ, പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ, മാവേലിക്കും പൂക്കളം, മാദേവനും പൂക്കളം, മലയാളക്കരയാകെ വന്ന പൂക്കളം, മഹാ മണ്ണിലും വിണ്ണിലും മണിപ്പൂക്കളം. തിരുവാതിര കഴിഞ്ഞപ്പോ പിന്നെ പെണ്ണുങ്ങൾ ഒരു സെക്ഷൻ, ആണ് ഒരു സെക്ഷനായിട്ട് പഴയ കളിയില്ലേ ആതിരാവിലെ, അപ്പൊ അത് കളിക്കാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കളിക്കുമ്പോ നല്ല രസമാണ്, പഴയകാല ഓർമ്മ വരുമല്ലോ. പൂ പറിക്കാൻ പോരുമോ പോരുമോ ആദിരാവിലെ, ആരെ നിങ്ങൾക്കാവശ്യം ആവശ്യം ആദിരാവിലെ, നിന്നെ ഞങ്ങൾക്കാവശ്യം ആവശ്യം ആദിരാവിലെ, ആര് വന്ന് കൊണ്ടുപോകും കൊണ്ടുപോകും ആദിരാവിലെ. ഇക്കാന്റെ ഉമ്മയും വാപ്പയും പിന്നെ പെങ്ങന്മാരും നമ്മ അളിയന്മാരും പിള്ളേരും എല്ലാരും കൂടിയാണ് ട്ടോ കളിച്ചത്. നല്ലൊരു രസമാണ് ട്ടോ അങ്ങനെയൊക്കെ കളിക്കുമ്പോ. അപ്പൊ കുറച്ച് പരിപാടികൾ നടത്തണമെന്നുണ്ടായിരുന്നു. അപ്പൊ സന്ധ്യ ആയിട്ടോ. അപ്പൊ നമ്മൾ പരിപാടി തിരുവാതിരയും മറ്റേ ആതിരാവിലെ കളിക്കാൻ നിന്നപ്പോ തന്നെ ടൈം വഴുകി. പിന്നെ സന്ധ്യ ആയപ്പോ പിന്നെ ഓർത്തെന്നാ വേണ്ട, പിന്നെ കളിക്കാന്ന് വിചാരിച്ചു. കസേരോട്ട് പാട്ടുപാടൽ മത്സരമൊക്കെ വെക്കാന്ന് വിചാരിച്ചതാണ്. പിന്നെ എല്ലാവരും കുറച്ചു നേരം സിറ്റ് ഔട്ടിൽ തന്നെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ തമാശയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് പിന്നെ എല്ലാവരും പോകാലോ എന്ന് വിചാരിച്ചു. അപ്പൊ അതെ, ഇത്രയൊക്കെ ഉള്ളൂ ഓണത്തിന്റെ വിശേഷങ്ങൾ കേട്ടാ. അപ്പൊ എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരെ, ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമന്റ് ചെയ്യണേ.
അടുത്ത നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.